നാടിൻ്റെ വികസനവും നന്മയും ജനക്ഷേമവും ലക്ഷ്യമാക്കിയിട്ടാണ് ഇവിടെ ഇലക്ഷൻ പ്രക്രിയ നടക്കാറുള്ളത്. അതൊരു ജനാധിപത്യ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ഇത്തരമൊരു സന്ദർഭത്തിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹം എന്ന നിലയിൽ ഈ ഒരു സംവിധാനത്തെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടിയിട്ടുള്ളത്? വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വിവിധങ്ങളായ മാർഗം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമെന്ന നിലക്ക് അതിനൊരു ഭരണഘടനയുണ്ട്. അത് അനുശാസിക്കുന്ന ഒരു ബഹുസ്വര സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എല്ലാ ജാതി മത സമൂഹത്തിനും അവരുടെ വിശ്വാസവും അവരുടെ ആരാധനകളും അവരുടെ വ്യക്തി സ്വാതന്ത്ര്യവും വെച്ചു പുലർത്താനുള്ള അനുവാദമുണ്ട്. പക്ഷെ ഇതേ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് എതിരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനവും ഇവിടെയുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ നമുക്ക് അനുകൂലമായി മാറണമോ നമുക്ക് പ്രതികൂലമായി മാറണമോ എന്ന് തീരുമാനിക്കേണ്ടിയിട്ടുള്ളത് നമ്മളാണ്. ഇപ്പോൾ ഇസ്ലാം വിരുദ്ധമായ സമീപനങ്ങൾ വെച്ചു പുലർത്തുന്ന മുസ്ലിം സമൂഹത്തെ തന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്തണമെന്ന് പറയുന്ന, ഇവിടുത്തെ മുസ്ലിം സമൂഹം ഉൾക്കൊള്ളുന്ന വിവിധങ്ങളായ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസ ആരാധന വ്യക്തി സ്വാതന്ത്ര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനായി ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനമാണ്. നമുക്കറിയാം, അത് വിശദമാക്കേണ്ടതില്ല. പല ബില്ലുകൾ പാസ്സാക്കുന്നത്, നമ്മുടെ പലതും തടയപ്പെടുന്നത്, നിഷേധിക്കപ്പെടുന്നത്, നമ്മൾ അടിച്ചമർത്തപ്പെടുന്നതൊക്കെ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ജനാധിപത്യ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കുന്ന, നമുക്കത് നിലനിർത്തി പോകാൻ ഉതകുന്ന കാര്യങ്ങളെ ജനാധിപത്യ പ്രക്രിയയാകുന്ന വോട്ടിങ്ങിലൂടെ തന്നെ നമ്മൾ തിരിച്ചു പിടിക്കുക എന്നതാണ് ഈ വോട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികളെ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ സത്യത്തിൽ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ തന്നെയാണ്. ഏറ്റവും നമുക്ക് അനുകൂലമായ, പ്രാപ്തരായ, അനുയോജ്യരായ ആര് ഇവിടെ വരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അമാനത്ത് എന്ന് പറയും. മതപരമായ കാര്യങ്ങളിൽ നമുക്ക് അമാനത്തുള്ളത് പോലെ തന്നെ നമ്മുടെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലും ഈ ഒരു ഉത്തരവാദിത്വത്തോട് നമ്മൾ പുറംതിരിഞ്ഞു നിന്നാൽ നമുക്കിവിടെ നമ്മുടെ ജീവിതം, ഇസ്ലാമികമായ ജീവിതം ദുസ്സഹമായിട്ട് മാറും. നമ്മുടെ ആ വിഷയത്തിലുള്ള അവിവേകകരമായ പല നടപടികളും നമുക്ക് വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ നല്ലവരാണ് എങ്കിൽ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നവരും നല്ലവരായിട്ടേ വരാവൂ. നമ്മൾ മോശക്കാരും താല്പര്യക്കാരും ദുഷ്ടന്മാരുമാണ് എങ്കിൽ ഈ തെരഞ്ഞെടുക്കപ്പെടും നമ്മളിൽ നിന്ന് തന്നെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അവരും ദുഷ്ടന്മാരും അഴിമതിക്കാരും അധർമ്മകാരികളും അക്രമകാരികളൊക്കെ മാറുന്നു. ഇതിന്റെ ഉത്തരവാദിത്വം സത്യത്തിൽ നമുക്കാണ് എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി നമ്മുടെ ഇസ്ലാമികമായ ഒരു ജീവിതത്തിന് അനുകൂലമാകുമാർ പല പ്രസ്താവനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇസ്ലാമിനെതിരെ, ഇവിടുത്തെ പിന്നോക്ക ജാതിക്ക, ഏത് ജാതിയും മതവുമാകട്ടെ, തങ്ങളല്ലാത്തവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ക്രൂരമായ പ്രവർത്തനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയത് ഈ അധികാരം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു അധികാര വിനിമയം, ഇവിടെ എന്ത് നടക്കണമെന്ന ഒരു അധികാര വിനിമയം, അധികാര ദുർവിനിയോഗത്തിന് കാരണമായിട്ട് മാറാൻ നമ്മുടെ വോട്ടുകൾ കാരണമായി മാറരുത്, പാഴായി പോകരുത്. കൃത്യമായൊരു ധാരണ നമുക്കിവിടെ ഉണ്ടാകണം.
ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ യോഗ്യതയേക്കാൾ കൂടുതൽ ഒരു അമിതമായ വൈകാരികതയാണ് ഇവിടെ ഭരണാധികാരികളുടെ തെരഞ്ഞെടുപ്പിന് കാരണമായി മാറാറുള്ളത്. അതിന് രാഷ്ട്രീയം വരാറുണ്ട്, അതിന് മതം വരാറുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇവിടെ തകരുന്നത് നമ്മുടെ ഒരു നാഗരികതയാണ്, ഒരു സംസ്കാരമാണ്. വർഗീയതയില്ലാത്ത പരസ്പരം സഹവർത്തിത്വത്തിന്റെ കൊള്ളക്കൊടുക്കലുകളുടെ ഒക്കെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനമുണ്ടല്ലോ, ഈ ഒരു സംവിധാനത്തിന് അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നമ്മുടേതായ ആ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് പുലർത്താൻ നമുക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ് എന്ന തിരിച്ചറിവ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ അത് നമ്മുടെ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അധികാരം കൊതിക്കുന്നവര് ആ സ്ഥാനത്തിന് വേണ്ടി സ്വയം പ്രഖ്യാപിതരായി കടന്നു വരുമ്പോൾ അധികാരം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് വല്ലാതെ മനോഹരമായിട്ട് വർത്തമാനം പറയുകയും വലിയ മോഹനമായ വാഗ്ദാനങ്ങളൊക്കെ നൽകുകയും ഇതെല്ലാം ലഭിച്ചു കഴിയുകയും ചെയ്യുമ്പോൾ ഇതിന് തികച്ചും വിപരീതമായ രീതിയിൽ തികച്ചും ജനദ്രോഹപരമായ ഒരവസ്ഥയിലേക്ക് മാറുന്ന, ജനങ്ങളുടെ ജീവനും സ്വത്തിനും വരെ നാശം സംഭവിക്കുന്ന, അവരുടെ സ്വത്തുവകകൾ കൊള്ളയടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറുന്നുവെങ്കിൽ അതിന്റെ കാരണക്കാരൻ നമ്മളാണ് എന്ന് നമ്മൾ കൃത്യമായ ബോധ്യമുണ്ടാകേണ്ടത്. വമിനന്നാസി മൻ യുഅ്ജിബുക ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയ വയശ്ഹിദുല്ലാഹു അലാ മാ ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഹിസാം. അല്ലേ, ആള് അത്ഭുതപ്പെട്ടു പോലും ചില വർത്തമാനങ്ങൾ കേട്ടാൽ ഈ ഭൗതികമായ ഇവിടുത്തെ ഈ സംവിധാനങ്ങളെ നിലനിർത്താൻ മോഹനമായ ഒരുപാട് വർത്തമാനങ്ങൾ പറയും. മതം വരെ ചാരി നിന്നുകൊണ്ട് രാഷ്ട്രീയപരമായി മതപരമായി ഒരു ബന്ധമില്ലാത്ത തികച്ചും മതമുക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും മതനേതാക്കളെയും മതസംഘടനകളെയും ദൈവത്തെയും ഒക്കെ സ്വാധീനിച്ചുകൊണ്ട് മതപുരോഹിതന്മാരുടെയും ആരാധനാലയങ്ങളുടെയൊക്കെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും അവസാനം ഇവർ നമുക്കെതിരെയും മാറുന്നു എന്നത് നമ്മുടെ അനുഭവമാണ്. വഹു അലദ്ദുൽ ഹിസാം, സത്യത്തിൽ ഇവരാണ് സത്യത്തിന്റെ കഠിന വൈരികളെന്ന് സൂറത്തുൽ ബഖറയിൽ 204, 205 ആയത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. വഇദാ തവല്ല സആ ഫിൽ അർളി യുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. ഭൂമിയിൽ ഇവർ കുഴപ്പമുണ്ടാക്കുകയും സമ്പത്ത് നശിപ്പിക്കുകയും, ഇവർ അധികാരത്തിലേറി കഴിഞ്ഞാൽ ഭൂമിയിൽ സമ്പത്ത് കൊള്ളയടിക്കുന്നു, അധികാരം നശിപ്പിക്കുന്നു. വന്നസ്ൽ, ജനനാശം, ജീവനാശം ഉണ്ടാക്കുന്നു. തങ്ങൾക്ക് അനുയോജ്യരല്ലാത്ത ആളുകളെ അവർ കൊന്നുകളയുന്ന ഒരവസ്ഥ. രാഷ്ട്രീയപരമായ ഏത് പാർട്ടി എന്നൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ അധികാരത്തിലേറുന്നവർ മോഹനമായ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ വോട്ട് ചെയ്തതിന് ശേഷം അവർ ഇവിടത്തെ നമ്മുടെ ശാരീരികമായ സുരക്ഷിതത്വം നഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റുന്നുവെങ്കിൽ, ജീവന് വരെ ഭീഷണിയായി മാറുന്നുവെങ്കിൽ, സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി നിലനിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നുവെങ്കിൽ, വയുഹ്ലികൽ ഹർസ, അവർ സമ്പത്തിനെ നശിപ്പിച്ചു കളയുന്നു, കൊള്ളയടിക്കുന്നു. ആരുടേതാണ് ഈ സമ്പത്ത്? പൊതുസമൂഹത്തിൻ്റെതാണ് സമ്പത്ത്, നമ്മുടേതാണ് സമ്പത്ത്. ഈ നമ്മുടെ സമ്പത്തുകളെ കൊള്ളയടിക്കുന്ന വന്നസ്ല നമ്മളെ ഇല്ലായ്മ ചെയ്യുന്നു. തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഇഷ്ടപ്പെടാത്തവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാതിരിക്കാൻ, അവര് നാട് ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ, വാഗ്ദാനങ്ങൾക്ക് നേരെ വിപരീതം പ്രവർത്തിക്കുന്നവരോട് കരുതിവെപ്പ് നടത്താൻ കൃത്യമായൊരു ജാഗ്രത ഇത് നമുക്കനുകൂലമായി മാറണം. ഞാനാകുന്ന മുസ്ലിമി എന്റേതായ ഇസ്ലാമിയത്ത് നിലനിർത്താൻ എന്തൊരു ഇസ്ലാമോഫോബിയ! ഇസ്ലാമിലെ ടെർമിനോളജികളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് എത്ര കൃത്യമായ അജണ്ടയോട് കൂടിയിട്ടാണ്, പ്രത്യേകിച്ച് തങ്ങൾക്ക് വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഇവിടത്തെ ന്യൂനപക്ഷ സമുദായത്തിനെതിരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയമായ പ്രസ്താവനകൾ ആരാണ് നടത്തുന്നത്?
അത് വെച്ചിട്ട് അവർ വോട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ സംഭവിക്കുന്നത് എന്താ? ഈ നാടിന്റെ സ്വസ്ഥതയും സമാധാനവും ജനങ്ങളുടെ വോട്ട് വാങ്ങി അവർ ഭരണത്തിലേറിയിട്ട് ജനങ്ങളെ മതത്തിന്റെ പേരിൽ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, പരസ്പരം തമ്മിത്തല്ലിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്നത് കഴിഞ്ഞകാല അനുഭവങ്ങളാണ്. ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നല്ല ഭരണം വരണമേ തമ്പുരാനെ, പടച്ചവനെ, റബ്ബനാ ലാ തുസല്ലിത്ത് അലൈനാ മൻ ലാ യർഹമുനാ. നമ്മുടെ പ്രാർത്ഥനയാണ് കാരുണ്യം കാണിക്കാത്ത, നമ്മോട് കാരുണ്യം കാണിക്കാത്ത ഭരണാധികാരികളെ ഞങ്ങൾ ഇവിടുത്തെ ഭരണകർത്താക്കൾ ആക്കരുത് എന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പുലരാനായ അനാവശ്യമായ പ്രയത്നം കൂടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബി ജിഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഖാല വമൻ കഫറ ഫഉമത്തിഹു ഖലീല. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബേ ഞങ്ങൾക്ക് സമാധാനമുള്ള ഒരു രാജ്യമാക്കി തരണമേ, വിഭവസമൃദ്ധം, വർസുഖ് അഹ്ലഹു, ഇവിടുത്തെ ജനസമൂഹത്തിന് സുഭിക്ഷമായി ഭക്ഷിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കണമേ. ആരാണ് വിശ്വാസി സമൂഹത്തിന്? അല്ല, പടച്ചവൻ തിരുത്തി. വമൻ കഫറ ഫഉമത്തിഹു ഖലീല. ഇവിടുത്തെ ഒരു പ്രകൃതി നിയമം ജാതി മതങ്ങൾക്കതീതമായി, അള്ളാഹുവിന്റെ പ്രകൃതി നിയമം എന്ന് പറയുന്നത് ജാതി മതങ്ങൾക്കതീതമായി സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള ഒരു സംവിധാനമാണ് അള്ളാഹു പോലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ ജാതി വേറെ, വിശ്വാസി വേറെ, കാഫിർ വേറെ, മുഅ്മിൻ വേറെ, മുശ്രിക്ക് വേറെ എന്നൊന്നില്ല. അത് അള്ളാഹുവിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഇങ്ങനെ ഒരു പ്രകൃതി നിയമം അള്ളാഹു തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കെ ജാതി മതങ്ങൾക്കതീതമായിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് വേർതിരിവുണ്ടാക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നിരിക്കെ ആര് ഭരിച്ചാലും, ഏത് പാർട്ടി ഭരിച്ചാലും ഇവിടെയുള്ള മുഴുവൻ സമൂഹത്തിന്, മതസമൂഹത്തിന്, മതമില്ലാത്തവന്, ഇവിടത്തെ ജന്തുജീവജാലങ്ങൾക്ക്, ഇവിടത്തെ പ്രകൃതിക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ഈ നാട് നിൽക്കാനുള്ള ഒരു സംവിധാനം നിലനിൽക്കേണ്ടതുണ്ട്. ഭയത്തിൽ നിന്ന് നിർഭയത്വം ലഭിക്കണം, വിശപ്പിൽ നിന്ന് മോചനം ലഭിക്കണം. ഇത് ഒരു പ്രകൃതി നിയമമായിരിക്കെ നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ പാടില്ല. ഇവിടെ മനുഷ്യൻ ഭയപ്പാടോടുകൂടി ജീവിക്കുവാൻ പാടില്ല. മനുഷ്യൻ സമാധാനമില്ലാതെ ജീവിക്കുവാൻ പാടില്ല. മനുഷ്യൻ ഇവിടെ പരസ്പരം രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ പരസ്പരം തമ്മിത്തല്ലിക്കൊണ്ട് അകന്ന് ജീവിക്കുവാൻ പാടില്ല. നമുക്കിവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ഒരു ബഹുസ്വര സമൂഹം എന്ന നിലയിൽ എല്ലാവർക്കും അവരുടേതായ തുല്യമായ അവകാശങ്ങൾ അനുഭവിച്ചുകൊണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിത്തീരണം. ഇതേ ജനാധിപത്യ സംവിധാനത്തിലൂടെ അതിന് എതിരെ മാറുന്ന ഒരവസ്ഥ നമ്മളായിട്ട് സംഭവിക്കുവാൻ പാടില്ല. ഇതൊരു വിശ്വാസിയുടെ കരുതലാണ്. ഒരു ബലദൻ ആമിന, ഒരു നിർഭയത്വമുള്ള ഒരു രാജ്യം ഇവിടെ പുലരുവാൻ എന്റെ കയ്യോ ഞാൻ സാക്ഷ്യം വഹിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അള്ളാഹുവിനെ സാക്ഷി നിർത്താൻ എന്റെ വലതിലെ ചൂണ്ടുവിരലാണ് ഞാൻ ഉപയോഗിക്കുന്നതെങ്കിൽ ആ അള്ളാഹുവിന്റെ ആ ഏകത്വത്തിനനുസൃതമായ ഒരു സമാധാന അന്തരീക്ഷം പുലരുവാൻ ഇവിടത്തെ ഭരണഘടന അനുശാസിക്കുന്ന ജനാധിപത്യ സംവിധാനം ഉപയോഗിക്കുവാൻ എന്റെ ഇടതുവിരൽ, ചൂണ്ടുവിരൽ ഉപയോഗപ്പെടുത്തണം. നാളെ ഈ രണ്ട് വിരലുകളും അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം വരും. ഏകനായ ഒരു അള്ളാഹുവിനെ ഞാൻ സാക്ഷ്യം വഹിച്ച എന്റെ വിരലിലെ ചൂണ്ടുവിരലാണ് എങ്കിൽ അതിനനുസൃതമായ ഒരു രാജ്യം പുലരുവാൻ എന്നാലാകുന്ന സംവിധാനം അതൊരു ഇസ്ലാമിക രാജ്യം പോലും ആകണമെന്നില്ല. ഒരു ബഹുസ്വര സംവിധാനത്തിൽ ഒരു മുസ്ലിമിന്റെ കയ്യൊപ്പാണ് എന്ത് ഇവിടെ സമാധാനം പുലരണം, ഇവിടെ നിർഭയത്വം ഉണ്ടാകണം, ഇവിടെ സുഭിക്ഷത ഉണ്ടാകണം, സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാകണം,
അതിന് എൻ്റെ ഇടതുവിരലിലെ ചൂണ്ടുവിരൽ കാരണമായിട്ട് മാറണം. ഇതൊരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ നിലപാടാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അതിനെന്ത് വേണം? അതിൽ അറിവും സൂക്ഷ്മതയും വിശ്വാസവുമുള്ള ഇവര് നാട് ഭരിക്കണം. അതല്ലെങ്കിൽ അധികാരം ഉത്തരവാദിത്തമാണ് എന്ന്. ആരോടുള്ള ഉത്തരവാദിത്തം? ഇവിടെ നമ്മൾ തെരഞ്ഞെടുത്ത അധികാരികൾ, ഞങ്ങളെ തെരഞ്ഞെടുത്ത പൊതുസമൂഹത്തോടുള്ള ഉത്തരവാദിത്തമാണ് എന്ന് ഇവിടുത്തെ അധികാരികളെ ബോധ്യപ്പെടുത്താൻ കഴിയണമെങ്കിൽ ആ ഒരു ജാഗ്രത നമ്മൾ ജീവിതത്തിൽ ഈ ഒരു പ്രക്രിയയിൽ നമുക്ക് പുലർത്താൻ സാധിക്കേണ്ടതുണ്ട്. സൂറത്തിൽ യൂസഫിലെ 54-55 ആയത്തുകളാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ഭരണാധികാരികൾക്ക് ഉണ്ടായിത്തീരേണ്ടുന്ന 4 സവിശേഷ ഗുണങ്ങൾ ഹസ്രത്ത് യൂസഫ് നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമതായിട്ട് വേണ്ടത് മക്കീൻ. ഈ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം ഒരു ഉയർന്ന ഉന്നതമായ സ്ഥാനമാണ്, ഒരു അമാനത്താണ്, ഉത്തരവാദിത്തമാണ് എന്ന ബോധം ഇവിടുത്തെ ഭരണാധികാരികൾക്കുണ്ടാകേണ്ടത്. രണ്ടാമത്തെ ഗുണം അമീൻ, വിശ്വസ്തനായിരിക്കണം. ഞാൻ ഇവിടുത്തെ ജനസമൂഹത്തിന്റെ, എൻ്റെ പാർട്ടിക്കാരുടെ മാത്രമല്ല, എൻ്റെ ജാതിക്കാരുടെ മാത്രമല്ല, എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തം. ഇവിടെ വോട്ട് രഹസ്യമാണല്ലോ. ആരാണ് ചെയ്തത്? ഒരു പക്ഷേ സ്വന്തം പാർട്ടിക്കാരൻ, സ്വന്തം വീട്ടുകാരൻ, സ്വന്തം ജാതിക്കാരൻ വോട്ട് ചെയ്യാതിരിക്കെ ഇതൊന്നുമല്ലാത്ത മറ്റൊരുത്തനായിരിക്കും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകുക. രഹസ്യമായ പ്രക്രിയയാണല്ലോ വോട്ടിംഗ്. ആ ജനസമൂഹത്തെ വഞ്ചിക്കുന്നവനായിട്ട് മാറാൻ പാടില്ല. ഞാൻ അവരുടെ വിശ്വസ്തനായ കാവലാളായിരിക്കണം. ഹഫീർ, ഈ നാടിന്റെ, ഈ ജനസമൂഹത്തിന്റെ കാവലാളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നവർ. അലീം, വിവരമുള്ളവനാവണം. എത്ര വർത്തമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആരാധന അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നാണോ മതം? അല്ല. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. വെറും സക്കാത്തും ഹജ്ജും നമസ്കാരവും മാത്രവുമാണ്? അല്ല. വളരെ കുറഞ്ഞ വർത്തമാനങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. മനുഷ്യന്റെ സാമൂഹിക ഘടനയുമായി ബന്ധപ്പെട്ട എത്രയോ വർത്തമാനങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നത് കാണാൻ കഴിയും. ഇത് നമുക്ക് ഈ രാജ്യത്തെ സമത്വം, നീതി, സുരക്ഷ, ധാർമ്മികത പുലരുവാൻ നമ്മൾ അക്രമികളെ സഹായിക്കുന്നവരായി മാറരുത്. ഇവിടുത്തെ അക്രമകാരികളെ നമ്മൾ ഒരിക്കലും പിന്തുണക്കുന്നവരായി മാറുവാൻ പാടില്ല. നിർഭാഗ്യവശാൽ ഒരു ഏകാധിപത്യ പാർട്ടി സംവിധാനം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു സുസ്ഥിരതയ്ക്ക്, ഈ ഒരു സമാധാനത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കെ ഒരു കരുതിവെപ്പ് നടത്താൻ നമുക്ക് സാധ്യമായി മാറേണ്ടതുണ്ട്. ഇപ്പൊ വളരെ സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ഇന്ന് ദുഃഖവെള്ളിയാണല്ലോ. ഈ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് തികച്ചും ഒരു ആത്മീയ പ്രധാനമായ മതപരമായ ഒന്നാണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സത്യത്തിലല്ല. യേശുവിന്റെ കുരിശുമരണം ആത്മീയ പ്രാധാന്യമല്ല, അത് രാഷ്ട്രീയ പ്രാധാന്യമായിരുന്നു. അറിയോ നിങ്ങൾക്ക്? യേശുവിന്റെ ജീവിത രീതികൾ, യേശുവിന്റെ അധ്യാപനങ്ങൾ, ഞാൻ വളരെ ബോധപൂർവമാണ് യേശു എന്ന് തന്നെ പറഞ്ഞത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ഈസാ നബി എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറെ, അലൈഹിസ്സലാത്തു വസ്സലാം, അത് വേറൊരു വർത്തമാനം പറയേണ്ടതുണ്ട്. നിലവിലെ ഈ സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബോധപൂർവമാണ് യേശു എന്ന് പറഞ്ഞത്. എന്താണ് ഖത്തീബ് ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞതെന്ന് വിചാരിക്കരുത്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിയിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. പിലാത്തോസ് എന്ന് പറയുന്ന ഗവർണർ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന്റെ കാരണം എന്താ? മതപരമല്ല. യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് ഭീഷണിയായി തീർന്നു. യേശുവിന് ആളുകൾ വർദ്ധിച്ചു, അവിടുത്തെ ഭരണകൂടത്തിന് ആളുകൾ കുറഞ്ഞു. അദ്ദേഹം ഉണ്ടാക്കിയ വളരെ ഫോബിക്, നമ്മൾക്ക് ഇസ്ലാമോഫോബിക് പറയാറില്ല, ഇവിടുത്തെ ഭരണകർത്താക്കൾ അവരുടെ പല ഇസ്ലാമിലെ പല ടെർമിനോളജികളും എടുത്തു വെച്ചുകൊണ്ട് അവർ ഉദ്ധരിക്കാറില്ലേ? ഇവിടെ 6-ാം നൂറ്റാണ്ടിലെ ഭരണമാണ് എന്ന് അല്ലെ? 6-ാം നൂറ്റാണ്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
6-ാം നൂറ്റാണ്ടിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്തിരിപ്പൻ ഭരണമാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ബോധപൂർവം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുകയാണ്. ഇത് കേട്ടിട്ട് ജനങ്ങളത് വിശ്വസിക്കുകയാണ്. ഇവിടെ ഖിലാഫത്തിന്റെ ഭരണം വരാൻ പോകുന്നു. ആരാണ് ഖലീഫമാർ? സച്ചരിതരായ ഖലീഫമാർ, ലോകത്ത് ഏറ്റവും മാതൃകാ ഭരണം കാഴ്ചവെച്ചവർ അല്ലെ? മഹാത്മാഗാന്ധിജി പറഞ്ഞല്ലോ, ഇവിടെ രാമന്റെ ഭരണം വരണം എന്ന് പറയുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഖലീഫ ഉമറിന്റെ ഭരണമാണ് വരേണ്ടതെന്ന്. അപ്പൊ തികച്ചും ഒരു ഇസ്ലാമിക് ഫോബിക്കായ ഒന്നിനെ ഇവിടുത്തെ രാഷ്ട്രീയ ഭരണാധികാരികൾ ജനങ്ങളിലേക്ക് ഇടുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണ് മുസ്ലിം സമൂഹത്തെ തീവ്രവാദിയും ഭീകരവാദികളും നമ്മുടെ സംഘടനകളെ തന്നെ മാറ്റി നിർത്തുന്ന അത്തരം ഒരവസ്ഥയിലേക്ക് മാറിയത്. ഇങ്ങനൊരു ഇസ്ലാമോ ഫോബിയ വളരെ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് പോലെ പിലാത്തോസ് വളരെ ബോധപൂർവമായ ഒരു ഫോബിക് യേശുക്രിസ്തുവിനെതിരെ ഉണ്ടാക്കി. ജനങ്ങളത് ഏറ്റുവിളിച്ചു. അടുത്തു വന്ന ജനങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എങ്ങനെ ഇവിടുത്തെ പൊതുസമൂഹം മുസ്ലിം സമുദായത്തിൽ നിന്ന് മാറിയോ അതുപോലെ യേശുവിൽ നിന്ന് അവിടുത്തെ ജനങ്ങൾ മാറി. അങ്ങനെയാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. ഇവിടുത്തെ മുസ്ലിം സംഘടനകളെ എപ്രകാരമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ആ ടെർമിനോളജി എന്താ? ഇസ്ലാമിന്റെ മൗലികമായ ലോകത്തിന് ക്ഷേമം നൽകിയ, ലോകത്തിന് സമാധാനം നൽകിയ, ലോകത്ത് നീതി നടപ്പാക്കിയ, ലോകത്ത് ധർമ്മം നടപ്പാക്കിയ സത്യസന്ധമായ രാഷ്ട്രീയപരമായ ജീവിത രീതി ഇവിടെ വന്നാൽ ഞങ്ങൾക്കതെതിരാകുമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മൾ മൗലികമായി തിരിച്ചറിയേണ്ടുന്ന വസ്തുത ഇതാണ്. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഇവിടെ സമാധാനം പുലരുന്ന, നീതി സ്ഥാപിക്കുന്ന, നമ്മുടെ സമ്പത്ത് സംരക്ഷിക്കുന്ന, ജനങ്ങളെ സേവിക്കുന്ന ഭരണാധികാരികൾ ഇവിടെ വരേണ്ടതുണ്ട്. ഇസ്ലാമിന് അനുകൂലമായി മാറണം. ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നവർ, നമ്മളാരും മുസ്ലിങ്ങളാരും ഇവിടുത്തെ പാർട്ടിയുടെ സംരക്ഷകരാകേണ്ടതില്ല, പാർട്ടിയുടെ അടിമകളാകേണ്ടതില്ല. ഇവിടുത്തെ പാർട്ടികൾ ആരാണോ ആരുമാകട്ടെ, നമ്മെ സംരക്ഷിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന, ജനങ്ങളെ മാറ്റി നിർത്താത്ത ആളുകൾ, നല്ലവരായ ആളുകൾ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ തെരഞ്ഞെടുക്കാനുള്ള സന്ദർഭത്തെ വളരെ കരുതലോടുകൂടി നമ്മൾ വിനിയോഗിക്കണമെന്ന് മാത്രമാണ്. ഒരു മുസ്ലിം എന്ന നിലയിൽ, അമാനത്ത് എന്ന നിലയിൽ നമ്മുടെ മതപരമായ കാര്യങ്ങളിൽ എപ്രകാരമാണോ നമസ്കാരത്തിലെ സൂക്ഷ്മത പോലെ ഈ രാജ്യത്ത് അക്രമം വരാതിരിക്കാൻ, അധർമ്മം വരാതിരിക്കാൻ, അനീതി നടപ്പാകാതിരിക്കാൻ ബോധപൂർവമായ ഒരു കരുതിവെപ്പ് ഈ വോട്ടിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, രൂപപ്പെടുത്തിയെടുക്കണം എന്ന് മാത്രമാണ്. നമ്മൾ ഒറ്റുകാരായി മാറാൻ പാടില്ല. നമ്മുടെ നിലനിൽപ്പിന്, സംഘടനകളുടെ നിലനിൽപ്പിന്, നമ്മുടെ പൗരോഹിത്യ താല്പര്യങ്ങൾക്കനുസൃതമായി കൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ഒറ്റുകാര് ആയി മാറരുത് എന്നതുകൂടി ഈ വിഷയ സംബന്ധമായിട്ട് സൂചിപ്പിക്കുകയാണ്. കാര്യങ്ങളെ അതിന്റെ പക്വതയോടുകൂടി, ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം.